റോഡ് BMW ഒക്കെ വരുന്നുണ്ട്. പകുതി മുന്നിട്ടാണ് വരില്ല. ചിലത് കണ്ടില്ലേ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ കേട്ടോ. ഫുള്ള് വെള്ളമാണ് റോഡ് കേട്ടോ. ബാംഗ്ലൂർ നമുക്ക് ഗണേശ് ഫെസ്റ്റിവലിൻ്റെ സമയത്തുള്ള കാഴ്ചകൾ എല്ലായിടത്തും നമുക്ക് ഇതിങ്ങനെ കൊടുക്കുന്നുണ്ടാവും കേട്ടോ. നമുക്കിതിപ്പോൾ അത്യാവശ്യം വലിയ സൈസ് ഉള്ളത്, ഒരാളുടെ സൈസ് അതും കൂടെ കണ്ടില്ലേ. നമ്മുടെ ഗണപതിയെ കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്നുണ്ടോ? ഇത് നമ്മുടെ ക്രെയിനിലാണ് കൊണ്ടുവരുന്നത്. നോക്കിയാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. സംഭവം ഒരു ക്രെയിനിലാട്ടോ അവർ കൊണ്ടുവരുന്നത്. ഗൈസ് വെൽക്കം ബാക്ക്. ഗൈസ് അപ്പോൾ എന്താണെങ്കിലും നമ്മൾ കുറേ ദിവസം കൂടെ വർക്കിന് ഇറങ്ങിയിട്ടുണ്ട്. വർക്കിന് ഇറങ്ങിയിട്ട് ഇന്നിവിടെ നമ്മുടെ ബാംഗ്ലൂർ ഗണേശ് ചതുർത്ഥിയാണ്. ഗൈസ് ഗണേശ് ചതുർത്ഥി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഓണം പോലത്തെ ഇവിടുത്തെ ഒരു വലിയ ഫെസ്റ്റിവലാണ് കേട്ടോ. ഇവിടെ കുറേ ദിവസം അതുണ്ട്. ഇന്നാണ് തുടങ്ങുന്നത്. ഇന്ന് തുടങ്ങിയിട്ട് കുറേ ദിവസത്തേക്കുണ്ട് ഗൈസ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ നോക്കുന്നത്. അപ്പം ഇന്നിപ്പോൾ ഇവിടെ എന്താണെങ്കിലും ഹോളിഡേ ആണ്, അതുകൊണ്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അവിടെ എല്ലാം ഇങ്ങനെ ചെറിയ ചെറിയ പരിപാടിയുണ്ട്. ഇപ്പോൾ ഇനിയിപ്പോൾ ഒരാഴ്ച 2 ആഴ്ചത്തേക്ക് ഇവിടെ ഫുള്ള് സ്ട്രീറ്റിലെല്ലാം കുറേ പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അത് ഞാൻ കാണിച്ചത് ഗൈസ്. അപ്പം എന്താണെങ്കിലും നമുക്ക് രാവിലെ ഫുഡ് കഴിച്ചിട്ടാവാം ബാക്കി കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നേരെ നമ്മുടെ സ്ഥിരം പോയിന്റിലോട്ട് പോവാം. വണ്ടി വിട്ട് നൈസായിട്ട് തിരിച്ചെടുത്തിട്ട് പോവാം. ബെൽറ്റ് ഇട്ടില്ല, ഏതൊക്കെ കണി അടിച്ചോണ്ടിരിക്കും ഗൈസ്. ഇവിടെ ഗണേശ് ചതുർത്ഥി ആയതുകൊണ്ട് കേട്ടോ ഇത് ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവം കൊടുത്തിട്ടുള്ളത്. വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല. നവതി അതിനെക്കൊണ്ട് വലിയ പ്രശ്നമില്ല ഗൈസ്. അവിടെ നമുക്ക് റോഡിൽ നോക്കിയാൽ കാണാൻ കഴിയും കുറേ ഗണപതിയുടെ പ്രതിമ ഉണ്ടില്ലേ വിൽക്കുന്നത്. അതിപ്പോൾ ഇതിൻ്റെ ഭയങ്കര വലിയ സൈസ് ഉള്ളതുകൊണ്ട് ചെറിയ സൈസ് ഉള്ളതുകൊണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെ മാക്സിമം കാണിച്ചു തരാൻ ട്രൈ ചെയ്യാം. ഒരു ഫോർച്യൂണർ മരുന്ന് കാണിക്കുക. നമുക്ക് ലെഫ്റ്റാണ് തിരിയേണ്ടത്. തിരിഞ്ഞു പോവാം. ഗൈസ് അപ്പുറത്തെ സൈഡിൽ കണ്ടില്ലേ, എല്ലായിടത്തും നമുക്കിങ്ങനെ ദീപാവലിക്ക് പടക്കം വിൽക്കുന്ന പോലെ ഗണേശ് ചതുർത്ഥിക്ക് ഇങ്ങനെ വിൽക്കും കണ്ടില്ലേ. അവിടെ ഇങ്ങനെ വിൽക്കുന്നുണ്ട്. പിന്നെ പൂവും കാര്യങ്ങളുമൊക്കെ. ഇപ്പോൾ ഇവിടെ പൂവിനൊക്കെ ഭയങ്കര വില കൂടുതലാണ്. ഫെസ്റ്റിവൽ സമയമായതിനെ കൊണ്ട് തന്നെ ഇവിടെ പൂവിന് വില കൂടുതലാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ ഓണമാണ്, അതുകൊണ്ട് പൂവിൻ്റെ കാര്യം പറയണ്ട. ഒടുക്കലത്തെ അതിൻ്റെ ബിസിനസ് ചെയ്യുന്നവന്മാർക്ക് വൻ ലാഭമാണെന്നാണ് കഴിഞ്ഞ ദിവസം അതിൻ്റെ ബിസിനസ് ചെയ്യുന്ന പുള്ളി വണ്ടിയിൽ കയറിയിരുന്നു അയാൾ പറഞ്ഞത്. അപ്പം നമ്മൾ കോക്കോ കിച്ചണിലോട്ട് പോവാണ്. അയ്യോ വലിയ ട്രാഫിക് ഇല്ല. സാധാരണ ഇവിടെയൊക്കെ വണ്ടി സ്റ്റക്കായി നമ്മൾ മൂവാകാൻ പാടുപെടുന്നതാണ്. വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്നുണ്ട്. ഇന്നിപ്പോൾ സമയം ഏകദേശം 12 മണി ആവാനായിട്ടുണ്ട് കേട്ടോ. ഇതെന്താ വാച്ചിൻ്റെ അകത്ത് 58 എന്നൊക്കെ കാണിക്കുന്നത്. ഇതെന്തുകൊണ്ടാരും 12 മണി ഷാർപ്പ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടും പോയി നോക്കാം. ഫുഡ് കഴിക്കാൻ പോയിട്ടും അവിടെ എത്തിയിട്ട് ഞാൻ ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം ഗൈസ്. ഗൈസ് ഇവിടെ വലിയ പരിപാടിയാണല്ലോ. ഇതെന്തോ അമ്പലം തോന്നുന്നു കേട്ടോ. അവിടെ എന്തൊക്കെയോ വലിയ പരിപാടിയും കാര്യങ്ങളൊക്കെയാ. ഫ്രീ ഫുഡ് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ കഴിക്കാം, പക്ഷേ വേണ്ട. നമുക്ക് പോയിട്ട് നമ്മുടെ കോക്കോ കിച്ചണിൽ നിന്ന് തന്നെ കഴിക്കാം. അതല്ലേ മൂട്. ഇനിയിപ്പോൾ എല്ലായിടത്തും വേണമെങ്കിൽ ഫ്രീ ഫുഡ് കിട്ടും. നമ്മൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇവരിങ്ങനെ എല്ലാ അമ്പലത്തിലും പരിപാടി ഉണ്ടാവും. ഇന്നലെ കുറച്ച് പാസഞ്ചേഴ്സ്, ഒരു പയ്യനും ഒരു അമ്മയും അച്ഛനും അവരെന്താക്കി മറ്റേ ഗണേശിൻ്റെ ഒരു പ്രതിമ മേടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ബാക്കിലിരുന്നിട്ട് അവർ ഭയങ്കര മണിയൊക്കെ അടിച്ച് ഭയങ്കര പാട്ടും ബഹളമൊക്കെ. പിന്നെ നമ്മളതൊക്കെ അങ്ങനെ എൻജോയ് ചെയ്ത് അങ്ങനെ പോയി, അത്രേ ഉള്ളൂ. അങ്ങനെയാണ് ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ. നമ്മുടെ ഓണം പോലെ തന്നെ ഓണമായിട്ട് ബാംഗ്ലൂർ എന്ത് പരിപാടി എന്ന് അറിഞ്ഞോളൂ. അടുത്ത ദിവസം ഞാൻ ഓണത്തിൻ്റെ ഒരു പരിപാടിക്ക് ഫോറം മാളിൽ എന്തോ ചെറിയൊരു ഇവൻറ്റും കാര്യങ്ങളും ഉണ്ട്. അതിന് പോകണമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ ബാംഗ്ലൂർ മലയാളീസ് നടത്തിയ ഓണമായ എന്ന് പറയുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അതിന് പോകാൻ പറ്റിയില്ല. ഞാൻ പോകണമെന്ന് വിചാരിച്ച് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അവസാന നിമിഷം അവരെ വിളിച്ചപ്പോൾ ടിക്കറ്റ് തീർന്നെന്ന് പറഞ്ഞു. മൂഞ്ചി. ഇനിയിപ്പോൾ അടുത്തെന്തെങ്കിലും പരിപാടി അറ്റൻഡ് ചെയ്യാം. പിന്നെ ഇവിടെ മറ്റേ പബ്ബിലും കാര്യങ്ങളിലും ഒക്കെ ഓണം ഉണ്ട് കേട്ടോ. ഓണത്തിൻ്റെ പരിപാടി ഉണ്ട് കേട്ടോ. അവരതിന് നിർബന്ധമായിട്ടും എസ്തനിക് ഡ്രസ്സിൽ വരണമെന്ന് പറഞ്ഞു. അതായത് നമ്മുടെ മുണ്ട് ഷർട്ട് കൊടുത്തേ അതിൻ്റെ അകത്ത് എൻട്രി കയറ്റുള്ളൂ. നമ്മുടെ HSRലോ കോർമംഗലയൊക്കെ പബ്ബിൽ ഓണത്തിൻ്റെ പരിപാടിയുണ്ട്. അത് കൊള്ളാം. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പോകേണ്ടവർക്ക് വേണമെങ്കിൽ പോയി അറ്റംപ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ കുറേ ബുക്ക് മൈ ഷോയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും പബ്ബിലെ ഓണപ്പരിപാടി. കൂടിയിട്ടില്ലാത്തവർക്ക് വേണം എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ കൂടാം.
പിന്നെ HSRലുണ്ട്. പിന്നെ 30-ാം തീയതി നമ്മുടെ ഫോറം സൗത്തിലുണ്ട്, കൊനുകുണ്ടെ ക്രോസിൽ. അവിടെ ഓണപ്പരിപാടി. അവിടുത്തെ വലിയ കുഴപ്പമില്ലെന്നാണ് തോന്നുന്നത്, അറിഞ്ഞൂടോ ഗൈസ്. ഫ്ലാറ്റിലൊക്കെ കണ്ടില്ലേ, ഗണേശ് ചതുർത്ഥി അതിൻ്റെ സെറ്റപ്പാണ്. ഇന്നലെ എൻ്റെ അടുത്ത് കയറിയ പാസഞ്ചേഴ്സ് ചോദിച്ച്, നാളെ നീയും ഇവിടെ ഗണേശ് ചതുർത്ഥി ഫെസ്റ്റിവൽ പങ്കെടുക്കുന്നുണ്ടെന്ന്. ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾക്ക് ഇപ്പോൾ ഓണമാണ്, ഓണത്തിൻ്റെ പരിപാടിയിലാണ് കൂടുതലും പങ്കെടുക്കുന്നതെന്ന്. നമ്മുടെ നാട്ടിൽ ഇതങ്ങനെ അത്ര സെറ്റപ്പായിട്ട് ഞാൻ കണ്ടിട്ടില്ല, ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചെറുതായിട്ടൊക്കെ ഉള്ളൂ, ഇവിടെ ഉള്ളതിൻ്റെ അത്രയും ഇല്ല. ഇവിടെ ഇങ്ങനെ ഓരോ ലൈനിലും അവരിങ്ങനെ ഇവിടെ ഇപ്പോൾ ഭയങ്കര ഒച്ചയും ബഹളമായിരിക്കും. ഇപ്പോൾ ഇതൊരു ലൈനാണെങ്കിൽ ഇതിൻ്റെ എൻഡിങ്ങിൽ ഒരു ഫെസ്റ്റിവലാണ്. ഇവിടെ വൈറ്റ്ഫീൽഡ് ഏരിയ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഏരിയ ഉണ്ട്, ഇവിടെ ഇല്ല. ഞാൻ നേരത്തെ നിന്ന ഏരിയയിലൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഓരോ ലൈൻ ഉണ്ടാവുമല്ലോ, ഓരോ ലൈനിലും ഇതിങ്ങനെ, പിന്നെ DJ പാട്ടും ബഹളവും അതും ഇതും എല്ലാം ആയിട്ട് അങ്ങനെ മാറി നിൽക്കണം. ഇതാട്ടോ ഇവിടുത്തെ അവസ്ഥ ഗേസ്. അപ്പം ഞാൻ എന്താണെങ്കിലും ഫുഡ് കഴിക്കുന്ന എത്തിയിട്ടും കാണിച്ചു തരാം. ബാക്കി ഇവിടെ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് ഗേസ്. നമ്മുടെ വണ്ടി ഒന്ന് കഴുകി വൃത്തിയാക്കിയായിരുന്നു. അങ്ങനെയുണ്ട്. നിങ്ങൾക്ക് ബാംഗ്ലൂർ വണ്ടി ഓടിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വണ്ടി ചെറിയ പൈസയ്ക്ക് കഴിയണമെങ്കിൽ നമ്മുടെ എയർപോർട്ടിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അവിടെ ആൾക്കാർ വാഷ് ചെയ്ത് തരും കേട്ടോ. സംഭവം 150 രൂപ ഉള്ളൂ. നമുക്ക് വണ്ടി നല്ല ജില്ലെന്ന് തിളക്കമാക്കി തരും. ഇതാണ് നമ്മുടെ വണ്ടിയുടെ അവസ്ഥ. ഇത് നമ്മുടെ എയർപോർട്ടിൻ്റെ ബാക്ക് സൈഡ് അവിടെ കൊണ്ട് കൊടുത്താൽ മതി. മറ്റേ അല്ലാതെ ഇവിടെ വാട്ടർ സർവീസിന് കൊടുത്തു കഴിഞ്ഞാൽ വൻ കത്തിയാണ്, അവിടെ വലിയ ചെറിയ പൈസ ഉള്ളൂ. അപ്പം നമ്മുടെ കോക്കോ കിച്ചൺ അങ്ങോട്ടേക്കാണ്. ആണെങ്കിലും നമുക്ക് ഫുഡ് കിട്ടിയിട്ടുണ്ട്, പുട്ടുണ്ട്, അതേപോലെ മുട്ടയുണ്ട്. മുട്ടയെടുത്ത് നമുക്ക് ഇവിടെ ഇടാം. മുട്ട വരുമോ? മുട്ടയെടുത്ത് പുട്ടിൻ്റെ മണ്ടയ്ക്കിടാം, അത് മൂടായിരിക്കും. അപ്പോൾ ഞാനെന്താണെങ്കിലും ഇത് കഴിക്കട്ടെ ഗൈസ്. ഓക്കെ ബൈ. അങ്ങനെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഗൈസ്. സംഭവം ഇവിടെ റോഡിൽ വലിയ തിരക്കും കാര്യങ്ങളും ഒന്നും കാണുന്നില്ല. ഇന്ന് അവധി ദിവസം ആയതിനെ കൊണ്ട് എന്നാൽ ഓട്ടം വരുമോ ഇല്ലെന്ന് അറിഞ്ഞുകൊണ്ട് ഇന്നിപ്പോൾ നമ്മൾ രാത്രിയിലൊരു 10 മണി വരെ ഡ്യൂട്ടി ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാനെന്താണെങ്കിലും ഓൺലൈനിൽ പോട്ടെ, ഓട്ടം വല്ലതും വരുമോ നോക്കട്ടെ ഗൈസ്. അപ്പോൾ ഓക്കെ കേട്ടോ. ബാംഗ്ലൂർ നമുക്ക് ഗണേശ് ഫെസ്റ്റിവലിൻ്റെ സമയത്തുള്ള കാഴ്ചകൾ എല്ലായിടത്തും നമുക്ക് ഇതിങ്ങനെ കൊടുക്കുന്നുണ്ടാവും കേട്ടോ. നമുക്കിതിപ്പോൾ അത്യാവശ്യം വലിയ സൈസുള്ളത്, ഒരാളുടെ സൈസ് അതും കൂടെ കണ്ടില്ലേ, അത്യാവശ്യം ഭയങ്കര സൈസുള്ളതാണ് ഇതുള്ളത്. അതുകൊണ്ട് നമുക്ക് പല രൂപത്തിലുള്ളത് ഉണ്ടാവും. ഇതിവിടെ ഇങ്ങനെയുണ്ട്. അതല്ലാതെ ഇവിടെ ഇങ്ങനെ ഒരു കടയല്ലാതെ ആ ഏരിയ ഫുള്ള് ഇത് കൊടുക്കുന്ന സ്ഥലം കേട്ടോ. ബാംഗ്ലൂർ എല്ലായിടത്തും ഇത് അപ്പുറത്ത് നോക്കി അപ്പുറത്ത് ആൾക്കാർ കൊടുക്കുന്നുണ്ട്, ഇത് അതിൻ്റെ അപ്പുറത്ത് അവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആളുകൾ ഇത് കൊടുക്കുന്ന കാണാം. പിന്നെ അവിടെ ഉണ്ട്. പിന്നെ ഒരു ചേട്ടൻ മയിൽപ്പിയിലൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. സംഭവം ഫെസ്റ്റിവൽ സീസൺ ആയതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. റോഡിൻ്റെ അപ്പുറത്തൊക്കെ ഈ സംഭവം ഇങ്ങനെ നമുക്ക് കൊടുക്കുന്നതായിട്ട് കാണാൻ കഴിയും കേട്ടോ. ഇപ്പോൾ എല്ലായിടത്തും ഇതിപ്പോൾ ഓരോ സ്ട്രീറ്റുകളുണ്ടല്ലോ, നമ്മുടെ ഓരോ സ്ട്രീറ്റുകളിലും ഇതിവരിങ്ങനത്തെ വലുത് മേടിച്ചിട്ട് വെച്ചിട്ട് അവിടെ ഇങ്ങനെ പൂജയും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇനി കുറേ ദിവസത്തേക്ക്. അത് കണ്ടില്ലേ, അതിപ്പോൾ ഓരോ സ്ഥലത്തേക്ക് ആൾക്കാർ ഇങ്ങനെ വണ്ടിയിൽ വന്നിട്ട് മേടിച്ചിട്ട് പോകും. എന്നിട്ട് അവരുടെ ഇങ്ങനെ ഓരോ ലൈൻ ഉണ്ടാവുമല്ലോ, ഓരോരോ ലൈൻ ഉണ്ടാവും. ഇവിടെ ഒരു ലൈനാണെങ്കിൽ അപ്പുറത്ത് വേറെ ലൈൻ ഉണ്ടാവും. അപ്പോൾ എല്ലാ ലൈനിലും ഇതിങ്ങനെ വെച്ചിട്ട് ഓരോ പൂജ. നിങ്ങൾ ഇവിടുത്തെ ഫെസ്റ്റിവലിൻ്റെ സമയത്തുള്ള വിശേഷങ്ങളൊക്കെ കണ്ടില്ലേ, ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഇതല്ലാതെ വേറെ കുറേ പരിപാടികളുണ്ട് ഗൈസ്. ഇതിപ്പോൾ ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ, വേറെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ വരുന്ന വീഡിയോകളിലും അതുപോലെ ഇന്നത്തെ വീഡിയോകളിലും കാണിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. അതൊക്കെ പറഞ്ഞു വന്നപ്പോൾ നമ്മൾ ഇതുവരെ ട്രിപ്പൊന്നും എടുത്തിട്ടില്ല. ഇപ്പം ഞാനിങ്ങനെ എന്താക്കി, ഇവിടെ നമുക്കൊരു കൊറിയൻ ക്ലോത്തിങ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട് ഗൈസ്, നമ്മുടെ വൈറ്റ്ഫീൽഡ് ഫിനിക്സ് മാളിൻ്റെ അവിടെ. ഞാൻ അവിടെ വരെ വന്നതാണ്. ഇവിടെ എന്താണെങ്കിലും ഫെസ്റ്റിവൽ സീസണൊക്കെ അല്ലേ, നമ്മളും കുറച്ച് പുത്തനുടുപ്പ് നിക്കറൊക്കെ ഇട്ടിട്ട് കളറായിട്ട് നടക്കാമെന്ന് ഓർത്തു. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ടും ഇവിടോട്ട് വന്നതാണ്. ഞാനിപ്പം അവിടെ പോയി നോക്കട്ടെ നല്ലത് വല്ലതും ഉണ്ടോയെന്ന്. അടിപൊളി സാധനം ഉണ്ടെന്നാണ് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടത്. അവന്മാർ പ്രൊമോഷൻ വീഡിയോ ചെയ്തതാണോ അതോ ജെന്യുവനായിട്ട് ചെയ്തതാണോ എന്ന് അറിഞ്ഞൂടാ. ഞാൻ പോയി നോക്കട്ടെ. ഇപ്പം നമ്മുടെ ഫിനിക്സ് മാളിൻ്റെ അടുത്ത് അവിടെ നമ്മുടെ ഷെഫ് പിള്ളയൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഫിനിക്സ് മാളിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ ഷെഫ് പിള്ള ഉണ്ട് കേട്ടോ. ഷെഫ് പിള്ള റെസ്റ്റോറൻറ്റ് ഇവിടെ ഉണ്ട്. പിന്നെ അത് അവിടെ വേറെ എന്തോ ഒരു സംഭവം ഉണ്ട്, എന്താണെന്ന് പറഞ്ഞാൽ പിന്നെ ഷെഫ് പിള്ളയുടെ തന്നെ വേറെ എന്തോ സംഭവം കേട്ടോ. 2 ഷെഫ് പിള്ളയാണ് കേസ്. ഷെഫ് പിള്ളയുടെ ലോഗോ അവിടെ ഉണ്ട്, അതേപോലെ അതിൻ്റെ അകത്ത് ഷെഫ് പിള്ളയുടെ ലോഗോ ഉണ്ട്. എന്താ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞുകൂടാ. 2 റെസ്റ്റോറൻ്റ് ആണോ അതോ വേറെ എന്തെങ്കിലും ആണോ സംഭവം എന്താണെന്ന് അറിഞ്ഞുകൂടാ. നമ്മളെന്താണെങ്കിലും ഇനിയിപ്പം പോയി നോക്കട്ടെ. ഇവിടെ ഇട്ടിട്ടുണ്ട് നൈസായിട്ട് നോ പാർക്കിംഗ് ബോർഡൊക്കെ ഉണ്ട് കേസ്. തിരിച്ച് വരുമ്പോൾ കുറി കിട്ടുമോ ഇല്ലെന്നുള്ളത് അറിഞ്ഞുകൂടാ. എന്നാണേലും റിസ്കിലിവിടെ അങ്ങ് ഇട്ടിട്ട് പോവാം. ഇതായിട്ടോ നമ്മുടെ കൊറിയൻ ക്ലോത്തിങ്. ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. അങ്ങനെ ഷോപ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഷോപ്പിലെത്തിയിട്ട് സംഭവന്മാർ ഭയങ്കര വിലക്കുറവാണെന്നാണ് കേസ് പറഞ്ഞത്. എനിക്കങ്ങനെ വലിയ വിലക്കുറവായിട്ടൊന്നും തോന്നിയില്ല. എല്ലാം സംഭവം നോർമൽ റേറ്റ് തന്നെ. അവന്മാർ ചുമ്മാ തെള്ളി മറിച്ച് ഇൻസ്റ്റയിൽ
അത് കണ്ടിട്ട് നമ്മളൊന്ന് പക്ഷേ കുഴപ്പമില്ല. ഇതുപോലത്തെ ടീഷർട്ട് ഇപ്പം ട്രെൻഡിങ് ആയിരുന്നു, പക്ഷേ ഇപ്പോൾ അത് ട്രെൻഡ് പോയെന്നാണ് തോന്നുന്നത്. ഞാൻ ഇതുപോലത്തെ ഒരെണ്ണം എന്താണെങ്കിലും മേടിക്കാൻ ഓർത്തു. അത് സംഭവം രസമായിട്ടില്ലേ, ഇതിൽ ഹോളൊക്കെ ഉണ്ട്, അത്യാവശ്യം കാറ്റൊക്കെ കയറും, കൊള്ളാം. പക്ഷേ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഇത് കൊള്ളാം, ഇത് പിടയ്ക്കും, ഇതൊരെണ്ണം എടുക്കാം അല്ലേ, അത് മൂടായിരിക്കും. അപ്പോൾ ഇത് ഞാൻ ഒരെണ്ണം എടുത്തിട്ട് ഞാൻ പോട്ടെ ഗൈസ്. സംഭവം എന്താണേലും വന്നതല്ലേ, ഒരു ഷർട്ടെങ്കിലും മേടിച്ചേക്കാം. അപ്പോൾ നമ്മൾ 2 ടീഷർട്ടും മേടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ നമ്മൾ 2 ടീഷർട്ടാണ് ഗൈസ് മേടിച്ചത്. നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താണെങ്കിലും കുറച്ച് പണിയെടുക്കട്ടെ ഗൈസ്, അല്ലെങ്കിൽ ശരിയാവില്ല ഗൈസ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ട്രിപ്പ് നമുക്ക് ഇവിടെ നിന്ന് ഒരു 750 മീറ്റർ മാറിയിട്ടോ, തൊട്ടടുത്തുനിന്നാണ്. അപ്പം നമുക്കൊരു 13 കിലോമീറ്റർ ലോങ് ഉള്ളൊരു ട്രിപ്പാണ് ഗൈസ്. എവിടേക്കാണെന്ന് അറിഞ്ഞൂടാ, ഇന്ന് അധികം തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അടിച്ചു പൊളിച്ചിന്ന് പോവാം. വലിയ ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ബാംഗ്ലൂർ വലിയ ട്രാഫിക് ഒന്നും കാണത്തില്ല ഗൈസ്, കാര്യം ഇവിടെ അവധിയാണ് ഗൈസ്. അപ്പം നമുക്ക് ഈ ഒരു സ്ഥലത്തു നിന്നാണ് കേട്ടോ പിക്കപ്പ് വന്നേക്കുന്നത്. പിക്കപ്പ് അയ്യോ ഗൈസ്, കഥ പറഞ്ഞു പോയപ്പോഴത്തേക്ക് ടേൺ എടുക്കാൻ മറന്നുപോയി. നമുക്ക് ഈ ഒരു സ്ഥലത്തു നിന്നാണ് പിക്കപ്പ് വന്നേക്കുന്നത്. എങ്ങോട്ടേക്കാണെന്ന് അറിഞ്ഞൂടാ. നമുക്ക് റിവേഴ്സ് വെച്ച് പിടിക്കാം. റിവേഴ്സ് വരട്ടെ. ലെഫ്റ്റ് എടുക്കണം. ഞാൻ ലെഫ്റ്റ് എടുക്കാൻ അങ്ങ് വിട്ടു. നേരെ ലെഫ്റ്റ് എടുക്കുക. പാസഞ്ചറെ ഇവിടെ കൊണ്ടുവന്നിട്ട് ട്രിപ്പ് എടുത്ത് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇവിടുന്ന് അടുത്തൊരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. മൈസൂർ റോഡിലേക്ക് അത്യാവശ്യം ലോങ് ട്രിപ്പാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ പോകാൻ തുടങ്ങുകയാണ് ഗൈസ്. അപ്പം ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഓരോ സ്ട്രീറ്റിലും നമ്മുടെ ഗണേഷ് ഫെസ്റ്റിവൽ നടക്കുന്നെന്ന്, അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ സെറ്റപ്പ് ഇപ്പം ഗൈസ്. വണ്ടി തിരിക്കൽ ടാസ്ക് ആണല്ലോ, ഓരോ ബൈക്ക് വരുന്ന. ഇവിടെ പിള്ളേരാരെല്ലാം വണ്ടിയുടെ മുന്നിൽ വരുമെന്നാണ്. അപ്പോൾ ഗൈസ് അത്യാവശ്യം നല്ല മഴ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റായി. ഗൈസ് ഇത് കണ്ടില്ലേ, ഇവിടെ ഈ ഗണേഷ് ഒരു ഗൈസ് ഇവിടെ ഇത് കണ്ടില്ലേ, ഇത് ഞാൻ പറഞ്ഞ ഓരോ സ്ട്രീറ്റിലും ഇങ്ങനെ ആഘോഷിക്കുമെന്ന്. ഇതിപ്പം ഈ ഒരു ലൈനാണ്, ഈ ഒരു ലൈൻ പോലെ ഇതിപ്പോൾ അപ്പുറത്തെ ലൈൻ കാണും. അവിടെ എല്ലായിടത്തും ഇതേപോലെ ഗണേഷിനെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. ഇതുണ്ടല്ലേ, ഗണപതിനെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. ഇങ്ങനെയാണ് ഇവരുടെ കാര്യങ്ങൾ. ഇനിയിപ്പോൾ ഇവിടെ വൈകുന്നേരം പൂജയും കാര്യങ്ങളും പാട്ടും പരിപാടിയൊക്കെ ആയിട്ട് ഇനി ഒരു 10 ദിവസത്തേക്ക് ഇവിടെ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. പിന്നെ ഇത് ഇവിടെ വീടിൻ്റെ അകത്തും ഉണ്ടാവും. വീടിൻ്റെ അകത്തും പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതല്ലാതെ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഓരോ സ്ട്രീറ്റിലും ഇങ്ങനെ ഉണ്ടാവും. ഇതിപ്പോൾ ഇതൊരു ലൈനാണ്, അടുത്ത ലൈൻ അപ്പുറം പിള്ളേരൊക്കെ മുന്നിൽ കൂടെ ചാടുന്ന. അങ്ങനെയാണ് കേസ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഓക്കെ, ഞാനിനി ഇപ്പോൾ എന്താണെങ്കിലും പാസഞ്ചറെ എടുത്തിട്ട് പോട്ടെ. അവിടെ എത്തിയിട്ടും ബാക്കി വിശേഷങ്ങൾ ഞാൻ പറയാം. ഓക്കെ കേസ്. അപ്പോൾ അടുത്ത ട്രിപ്പ് എടുക്കാൻ വേണ്ടി നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കും കേട്ടോ. അടുത്ത ട്രിപ്പ് എടുക്കാൻ വേണ്ടി നമുക്ക് ഇവിടുന്ന് ജസ്റ്റ് ഒരു 4 മിനിറ്റ് ദൂരമേ ഉള്ളൂ കേട്ടോ. ഒരു 1 കിലോമീറ്റർ സംതിങ് അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഇപ്പോൾ എപ്പോഴും എനിക്ക് ഈ സാധനം ഇവിടെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കണം കേസ്. ഇവിടെ നമ്മൾ ഫോൺ വെക്കുന്ന സംഭവം ഉണ്ടല്ലോ. അപ്പോൾ മഴയൊക്കെയാണ് ഇവിടെ. കഴിഞ്ഞ ദിവസം എനിക്കൊരു നൈസ് പണി കിട്ടി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നേരത്തെ ഫോൺ വെച്ചിട്ടല്ലായിരുന്നു വീഡിയോ എടുക്കുന്നത്. അപ്പം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു കോള് വന്നു കേസ്. ആ കോള് ഞാൻ അറ്റൻഡ് ചെയ്ത് പുള്ളി എന്തൊക്കെയോ ഡൗട്ട് ചോദിച്ചു. ഞാൻ പുള്ളിക്ക് അതൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ കുറേ ആൾക്കാർ എന്നെ വിളിക്കുമ്പോൾ ഞാൻ പലപ്പോഴും എടുക്കാറില്ലല്ലോ, ഡ്രൈവിലായത് കാരണം. അപ്പം ആ പുള്ളി വിളിച്ച് ചോദിച്ച അതേ ഡൗട്ട് വേറെ കുറേ ആൾക്കാർക്കും വന്ന്. അപ്പോൾ എന്താക്കി, ഈ ഇതിനകത്തിൽ നമ്പർ കാണായിരുന്നു. ഞാൻ ഫോൺ എടുത്തപ്പം മറ്റേ അതിൽ വന്ന നമ്പർ ഹൈഡാക്കിയില്ലായിരുന്നു. അപ്പോൾ ഈ നമ്പറിലോട്ട് കുറേ കോള് പോയി. ഇതിൽ എന്നെ കോൾ ചെയ്ത പുള്ളിക്ക് കുറേ കോള് പോയി. പുള്ളി എന്നെ വിളിച്ചിട്ട്, എടാ നീ ഒരു മര്യാദ കാണിക്കണ്ടേ, വീഡിയോ ഇടുമ്പോൾ ആ നമ്പർ ഒന്ന് ഹൈഡ് ചെയ്യണ്ടേ. ഞാൻ നോർമലി നോക്കുമ്പോൾ നമ്പർ കാണുന്നില്ല, പക്ഷേ അത് നിർത്തിയിട്ട് സൂം ചെയ്ത് നോക്കുമ്പോൾ നമ്പർ കാണാം. അങ്ങനെ പുള്ളി പരാതി പറഞ്ഞു. അതിനിപ്പം ആ ഒരു പോർഷൻ മാത്രം ആ വീഡിയോയിൽ നിന്ന് കട്ട് ചെയ്ത് കളയണം. ഞാനിതുവരെ കട്ട് ചെയ്തിട്ട് കളഞ്ഞിട്ടില്ല. അപ്പം പുള്ളിക്ക് തന്നെ ഇപ്പോൾ ആ നമ്പർ ജസ്റ്റ് വീഡിയോയിൽ കാണിച്ച പുള്ളിക്ക് തന്നെ അത്രയും കോള് വന്നു. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയ കേസ്, എനിക്ക് എന്തുമാത്രം കോളാണ് ഒരു ദിവസം വരുന്നതെന്ന്. അതിൽ കുറേ എല്ലാം കോള് ഞാൻ എടുക്കും, കുറേ എല്ലാം കോള് എടുക്കൂല. എടുത്തില്ലെങ്കിൽ ഞാൻ പലപ്പോഴും തിരിച്ച് വിളിക്കാറില്ല, കാര്യം സമയം കിട്ടാറില്ല. ഒരു കോൾ അഥവാ ഞാൻ തിരിച്ച് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ അരമണിക്കൂർ ഞാൻ അവരുടെ അടുത്ത് കഥയൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കും. കുറേ കോളെല്ലാം ഞാൻ എടുക്കും, കുറേ കോൾ എടുക്കില്ല. അഥവാ നിങ്ങൾ വിളിച്ചിട്ട് ഞാൻ എടുക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ക്ഷമിക്കുക. കാര്യം നമ്മൾ വർക്കിൻ്റെ ഇടയിലാണ്. അത് കഴിഞ്ഞ് റൂമിൽ ചെന്നിട്ട് അവിടെ പണിയുണ്ട്, കൂടുതൽ തിരക്കായതുകൊണ്ട് കേട്ടോ. ഞാൻ ഫ്രീ ആയിട്ടുള്ള സമയത്തൊക്കെ കോൾ വരുമ്പോൾ ഞാൻ പലപ്പോഴും എടുക്കും. ഇവിടെയൊക്കെ ഗണേഷ് ഫെസ്റ്റിവലിൻ്റെ പരിപാടിയാണ്. മഴയായിട്ടും ആൾക്കാർ നിറച്ചുണ്ട്.
അയ്യോ നമ്മുടെ പിക്കപ്പിന് ഇനി 1 മിനിറ്റും കൂടെ അത്രയും ദൂരമുള്ളൂ. അങ്ങനെയൊക്കെയാണ് ഗൈസ് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇനിയിപ്പം ഗണേഷ് ഫെസ്റ്റിവലിനോട് അതിനനുബന്ധിച്ച് വേറെ കുറേ പരിപാടികളുണ്ട്. നമ്മൾ വരും വീഡിയോകളിൽ കാണിച്ചു തരുന്നതായിരിക്കും ഗൈസ്. ഓക്കെ, മഴ പെയ്തിട്ട് റോഡിൻ്റെ അവസ്ഥ ഉണ്ടോ? റോഡ് ഫുള്ള് തോടാണ്. റോഡ് BMW ഒക്കെ വരുന്നുണ്ട് ഗൈസ്. പകുതി മുങ്ങിട്ടാണ് വരില്ല. ചിലത് കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ അവസ്ഥ കേട്ടോ. ഫുള്ള് വെള്ളമാണ് റോഡിൽ. ഫുള്ള് നമ്മളൊരു വിധത്തിലാണ് പോകുന്നത്. എനിക്ക് വണ്ടിയൊക്കെ ഈ ഒരു അവസ്ഥയിലാണ് കേട്ടോ പോകുന്നത്. ഞാൻ ഒരു വിധത്തിൽ ഇതിൽ കൂടെ മുങ്ങിപ്പോത്തില്ലെന്ന് വിചാരിക്കുക കേട്ടോ. റോഡിലെ അവസ്ഥ ഫുള്ള് വെള്ളമാണ് ഗൈസ്. ചെറിയൊരു മഴ പെയ്തതേ ഉള്ളൂ. അയ്യോ, ഒറ്റയ്ക്ക് പഠിച്ച് കയറിപ്പോന്നു ഇവിടുത്തെ അവസ്ഥ. അയ്യോ, ഫുള്ള് വെള്ളമാണ് ഗൈസ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥയും കാര്യങ്ങളൊക്കെ. ഫുള്ള് വെള്ളമാണ്. ഒരു ചെറിയ മഴ പെയ്താൽ ബാംഗ്ലൂരിൻ്റെ ഗതിയാണ്. ഇതാണ് ഗൈസ്. ഇതിപ്പോൾ നമ്മളുള്ളത് HAL ഓൾഡ് എയർപോർട്ടിൻ്റെ അവിടെ കേട്ടോ. HAL ഓൾഡ് എയർപോർട്ടിൽ കൂടെ നമ്മൾ നേരെ മൈസൂർ റോഡിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. അവിടെ എത്തുമ്പോൾ അറിയാം അവിടുത്തെ അവസ്ഥ എന്താകുമെന്ന്. ഫുള്ള് ബ്ലോക്കായിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇവിടുന്ന് ട്രിപ്പ് എടുത്ത് ഇപ്പം നമ്മൾ പാസഞ്ചറെ ഇവിടെ മൈസൂർ റോഡ് കൊണ്ട് ഡ്രോപ്പ് ചെയ്ത് കേട്ടോ. ഇവിടെ ഉണ്ട് ഗൈസ്. ബസ്സെല്ലാം ഇലക്ട്രിക് ആയിട്ടുണ്ട്. എല്ലാ ബസ്സുകളും മിക്കതും പുതിയതായിട്ട് ഇവിടെ വരുന്ന ബസ്സെല്ലാം ഇലക്ട്രിക് ആട്ടോ. അപ്പം നമ്മളെന്താണെങ്കിലും പാസഞ്ചറിനെ കൊണ്ടുപോയിട്ട് ഇവിടെ മൈസൂർ റോഡിൽ വിട്ടിട്ടുണ്ട്. മൈസൂർ റോഡ് വിട്ടിട്ട് നമ്മളിതാ ഇവിടെ ഇങ്ങനെ അടുത്ത ട്രിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യണം ഗൈസ്. ഇവിടെ നിന്ന് ഇനിയിപ്പം നമുക്ക് ബാക്കി കെങ്കേരിലോട്ട് ട്രിപ്പ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങോട്ട് നമ്മൾ പോകുന്നത് അതും ഉണ്ട് ഗൈസ്. എല്ലാം ഇലക്ട്രിക് ബസ്സാണ്. കെങ്കേരിലോട്ട് നമുക്ക് ട്രിപ്പ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. കെങ്കേരി പോയി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് നമുക്ക് ഭയങ്കര വൈറ്റ് ഫീൽഡിന് ട്രിപ്പ് കിട്ടാൻ ഭയങ്കര പാടാണ്. എനിക്കിപ്പോൾ MG റോഡിന് കിട്ടുവാണെങ്കിൽ MG റോഡിന് എന്താണെങ്കിലും എപ്പോഴും വൈറ്റ് ഫീൽഡിന് കിട്ടിക്കൊണ്ടേയിരിക്കും. ഞാൻ MG റോഡ്, വൈറ്റ് ഫീൽഡ് അങ്ങനെ പോയി വന്ന് നിൽക്കലാണ് എൻ്റെ പരിപാടി. അപ്പോൾ എന്താണെങ്കിലും അടുത്ത ട്രിപ്പ് വന്നിട്ടോ നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ അങ്ങനെ നമുക്ക് കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ മൈസൂർ റോഡിൽ നിന്ന് നമുക്ക് നേരെ KR പുരത്തേക്ക് ഒരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. KR പുരത്തേക്ക് ഇതിപ്പം നമ്മൾ ഇവിടെ നിന്ന് ഒരു 5 മിനിറ്റിലെത്തും കേട്ടോ. അപ്പം 5 മിനിറ്റിൽ അവിടെ എത്തും ഗൈസ്. അവിടെ എത്തിയിട്ട് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട്. ഇവിടെ അത്യാവശ്യം ബ്ലോക്കും കാര്യങ്ങളുമാണ്. ഫുള്ള് ബ്ലോക്കാണ് ഗൈസ്. ഇപ്പോൾ സമയം ഏകദേശം 5 മണി ആവാനായിട്ടുണ്ട്. അതിനെക്കൊണ്ടാന്ന് തോന്നുന്നു. U-ടേൺ എടുക്കണം നമുക്ക്. ബാക്കിലോട്ട് തിരിച്ചു പോകണം ട്രിപ്പ് എടുക്കണമെങ്കിൽ. ട്രാഫിക്കിലിട്ട് എങ്ങനെ U-ടേൺ എടുക്കാനാണ്? U-ടേൺ ഇല്ലേ? ഓ ഗൈസ്, പണി പാളി. U-ടേൺ ബ്ലോക്ക് ചെയ്തേക്കാം. ഇല്ല, U-ടേൺ ഉണ്ട്. ഈ സംഭവം ഇവിടെ നമ്മൾ വല്ലപ്പോഴുമായിട്ട് മഴ പെയ്യുമ്പോഴാണ് ഇവിടെ പെട്ടെന്ന് വെള്ളപ്പൊക്കം വരുന്നത്. ഇപ്പോൾ സ്ഥിരം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെ വലിയ വെള്ളപ്പൊക്കം ഉണ്ടാവില്ല ഗൈസ്. നമ്മൾ കുറേ നാൾ മഴ പെയ്യാതിരുന്നിട്ട് മഴ പെയ്യുമ്പോഴത്തേക്ക് ആ വെള്ളം പോകാനുള്ള ഗ്യാപ്പിൽ എന്തെങ്കിലുമൊക്കെ കയറി അത് അടഞ്ഞിട്ടുള്ള കാരണമാണ് ഇവിടെ പടപടാ സീനാവുന്നത്. അപ്പോൾ നമുക്ക് പാസഞ്ചറെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഏകദേശം ഒരു 5 മിനിറ്റ് നേരം കൂടെ ഉണ്ട് ഗൈസ്. അപ്പോൾ അവിടെ ഗൈസ് ഇത് വലിയ സെറ്റപ്പ് ഇല്ലാത്ത സ്ഥലമാട്ടോ. ഇവിടെ ഫുള്ള് ഇവിടുത്തെ ലോക്കൽസ് എനിക്കിഷ്ടമല്ല. ഈ മൈസൂർ റോഡ് അതേപോലെ കെങ്കേരി ഭാഗത്തോട്ട് അധികം മലയാളീസ് കുറവാണ്. പിന്നെ കെങ്കേരിയിൽ നമ്മുടെ കെങ്കേരി കുറേ കോളേജുകൾ ഉള്ളതുകൊണ്ട് അവിടെ കുറേ മലയാളി സ്റ്റുഡൻസ് ഉണ്ട്. അല്ലാതെ വർക്ക് ചെയ്യുന്ന ഓഫീസ് വർക്കേഴ്സൊക്കെ ഇവിടെ ഇല്ല. നമ്മുടെ കെങ്കേരി ചെല്ലാകട്ടെ എന്ന് പറയുന്ന സ്ഥലത്തൊരു 3-4 കോളേജ് അടുപ്പിച്ചിരിപ്പുണ്ട്. അപ്പോൾ അത് കാരണം അവിടെ കുറേ കേരള ഹോട്ടലുകളും അതേപോലെ സ്റ്റുഡൻസൊക്കെ ആയിട്ട് അവിടെ ഒരു ഓക്കെയാണ്. പിന്നെ നമ്മുടെ വൈറ്റ് ഫീൽഡ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ അധികം കോളേജുകളല്ല ഉള്ളത്. ഫുൾ IT പാർക്കാണ്. IT വർക്ക് ചെയ്യുന്നവരാണ് വൈറ്റ് ഫീൽഡ് സൈഡിൽ കൂടുതലുള്ളത്. പിന്നെ നമ്മുടെ മടിവാളെ അറിയാമല്ലോ, അവിടെ ബിസിനസ്സും ഉണ്ട്, ബിസിനസ്സുകാരുണ്ട്, അതേപോലെ ക്രൈസ്റ്റിലെ പിള്ളേരുണ്ട്. പിന്നെ ചുമ്മാ വന്ന് നിൽക്കുന്ന ഒരു പണിക്കും പോകാതെ വെറുതെ ഇരിക്കുന്ന കുറേ മലയാളീസ് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് മടിവാളയിലാണ്. നിങ്ങൾക്കറിയാവുന്ന അങ്ങനത്തെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ ഗൈസ്. എന്തായി? ഇനി കുറേ ദൂരം ഉണ്ടല്ലോ. അത്യാവശ്യം നല്ല തിരക്കാണ് കേട്ടോ ഗൈസ്. ഇവിടെ ഇല്ലേ, ഇപ്പം നേരത്തെ നമ്മുടെ ബൈക്ക് ടാക്സി ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ കഴിഞ്ഞൊരു 2 മാസമായിട്ട് നമുക്ക് ബാംഗ്ലൂർ ബൈക്ക് ടാക്സി ബാനായിരുന്നു. ബൈക്ക് ടാക്സി എന്തോ പ്രശ്നമായിട്ട് അവരത് ബാൻ ചെയ്തു. പക്ഷെങ്കിൽ ഇപ്പോൾ അതൊരു ഒരാഴ്ച മുമ്പ് അത് വീണ്ടും അത് ഓപ്പൺ ആക്കി. അപ്പോൾ അത് കാരണം നമുക്ക് ബാംഗ്ലൂരിൽ ഇച്ചിരി ട്രാഫിക് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമുക്ക് നേരത്തെ ചറപറ ഓട്ടം വന്നുകൊണ്ടിരുന്ന പോലെ ഇപ്പോൾ ചറപറ ഓട്ടം വരുന്ന ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. എന്നാലും വേണ്ടില്ല, ട്രാഫിക് കുറഞ്ഞു, അത് മതി. ട്രാഫിക് ഒത്തിരി കൂടിയത് കൊണ്ടായിരിക്കണം അവർ ട്രാഫിക് ഈ ബൈക്കിൽ നേരത്തെ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്നവർ ബൈക്ക് വിളിച്ചങ്ങ് പോകല്ലേ, അപ്പം വലിയ സീനില്ലല്ലോ. അവരെല്ലാവരും ഒരാൾ വെച്ചിട്ട് ഓട്ടോ വിളിക്കാൻ തുടങ്ങി. ഓട്ടോ എല്ലാം കൂടെ റോഡിൽ വന്നപ്പോഴത്തേക്ക് മൂവ് ആകുന്നില്ല. ഈ VIP ആണെങ്കിൽ ഈ റോഡിൽ കിടന്നല്ലേ പോകല്ലേ. അപ്പോൾ അത് കാരണമെന്ന് തോന്നുന്നു 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ നൈസായിട്ട് ബൈക്ക് ടാക്സി തിരിച്ചു കൊണ്ടുവന്നു. ബ്ലോക്ക് കുറയ്ക്കണമെന്നുള്ളൊരു
മെയിൻ ഒരു റീസൺ കാരണം ആയിരിക്കാം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എവിടെ വേണമെങ്കിലും പോവുകയും ചെയ്യാം. ബൈക്ക് ടാക്സി നമുക്ക് ടാക്സി വണ്ടിയല്ല. പുള്ളി ടാറ്റ കാണിക്കുന്നു. വ്ളോഗ് ഞാൻ വ്ളോഗ് എടുക്കുന്നതിന് പുള്ളി വന്നിട്ട് ടാറ്റ കാണിക്കുന്നു. ഹായ്. ബസ്സൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഇത് കുഴപ്പമൊന്നുമില്ല കേട്ടോ, ആൾക്കാരുണ്ട മോശമൊന്നുമില്ല. എനിക്ക് നേരത്തെ ഭയങ്കര ചമ്മലായിരുന്നു വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർ ഇങ്ങനെ നോക്കുന്നത്. ഇപ്പം പിന്നെ സീനില്ല. ഇപ്പം പോലീസുകാർ നോക്കിയാൽ മാത്രമേ ഒരു ടെൻഷനുള്ളൂ. പോലീസുകാരെങ്ങനെ പിടിച്ചോണ്ട് പോയാൽ എന്നെ തോന്നിയ ദിവസമാണ് കാണിക്കുന്നതെന്ന് ചോദിച്ചോണ്ട് ഇതിപ്പോൾ സീനില്ല. അയ്യോടാ പണി പാളിയല്ലോ. അയ്യോ പോലീസ് പറഞ്ഞപ്പോൾ തന്നെ വന്നു 100 ആയിസമുണ്ടോ ഇവന്മാർക്ക്. ഈയടാ തെണ്ടികൾ പറയുന്ന പോലീസ്. ഇവന്മാരെങ്ങനെ ബാക്കിൽ എനിക്ക് തോന്നുന്നു ഈ മിറർ റെക്കോർഡ് അവർക്ക് കാണാവുന്ന. അയ്യോ പോലീസുകാർ നിൽക്കുന്നുണ്ട് ഇവിടുത്തെ. മറ്റേ റോഡിൽ ഫുള്ള് ട്രാഫിക് പോലീസുകാരാണ്. അപ്പം ഞാൻ എന്താണെങ്കിലും ഇനിയും പോയി പാസഞ്ചർ എടുക്കട്ടെ. ഇനിയും നമുക്ക് ഓട്ടം കിട്ടിയേക്കുന്നത് KR പുരത്തേക്കാണ്. അത്യാവശ്യം ഒരു മണിക്കൂർ കാണിച്ചത് അവിടെ എത്താൻ വേണ്ടിയിട്ട്. ഒരു 450 രൂപയുടെ ട്രിപ്പ്, കുഴപ്പമില്ല, വലിയ സീനില്ല. അത് ചെറിയ ട്രിപ്പ് എടുക്കുന്ന എപ്പോഴും നല്ലത്. ഇത് ഇങ്ങനെ വല്ലാത്തൊരു സ്ഥലത്ത് വന്നു, അത് കാരണമാണ് ഞാൻ പിന്നെ ഇവിടിട്ട് കറക്കാൻ എനിക്ക് താല്പര്യമില്ല. ലോക്കൽ ഏരിയ ആണ്, അത് കാരണം നേരെ KR പുരത്തേക്ക് പോകും. അവിടെ പിന്നെ നമ്മുടെ കളാണ്. KR പുരം വൈറ്റ് ഫീൽഡും ഒക്കെ നമുക്ക് മാപ്പില്ലാതെ പോകാനറിയാം. ഇവിടെയൊക്കെ നമുക്ക് ഇവിടെ അറിയാം കേട്ടോ. ഇവിടെ നമ്മൾ നേരത്തെ ഞാൻ ബാംഗ്ലൂർ വന്നിട്ട് ഫസ്റ്റ് 1 ഇയർ ഇവിടെ ഒരു ഹുണ്ടായിൽ വർക്ക് ചെയ്തിരുന്നു. ഹുണ്ടായുടെ കമ്പനിയിൽ. അത് ഇവിടെ തൊട്ടടുത്ത കേട്ടോ. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ മച്ചന്മാരുണ്ട്. അത് കോമഡി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ 1 വർഷം ഞാൻ വർക്ക് ചെയ്തതിൽ ഒരേ ഒരു മലയാളിയേ ഉണ്ടായിരുന്നുള്ളൂ. ആ 1 ഇയർ ഞാൻ ഒരൊറ്റ മലയാളിയായിട്ട് ഈ കന്നഡക്കാരെല്ലാം കൂടെ സർവൈവ് ചെയ്ത് നിന്ന്. പക്ഷെ അതുകൊണ്ടുള്ളൊരു ഗുണം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ റൂമിലും കന്നഡക്കാരായിരുന്നു, കമ്പനിയിലും കന്നഡക്കാരായിരുന്നു. അത് കാരണം എനിക്ക് നല്ല ജില്ലെന്ന് കന്നഡ പറയാൻ അറിയാം. ഇപ്പം അങ്ങനെ പറയലില്ല. നേരത്തെ എപ്പോഴും ഞാൻ കന്നഡ നല്ല ജിൽ മലയാളം പറയുന്ന പോലെ നൈസായിട്ട് കന്നഡ സംസാരിക്കാൻ പഠിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. പക്ഷേങ്കിൽ ഇപ്പം ഇച്ചിരി നാക്ക് വിട്ടിരിക്കുക. ഇപ്പം ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയ പിന്നെ കന്നഡ സംസാരിക്കേണ്ട ഇതേവരെ വന്നിട്ടില്ല. അവിടെ നിന്ന് ഇറങ്ങിയ പിന്നെ ആകെ ഞാൻ കന്നഡ യൂട്യൂബ് ചാനലുണ്ടല്ലോ, അതിൽ 2 വീഡിയോ ചെയ്ത് അപ്പോഴാണ് ഞാൻ കന്നഡ സംസാരിച്ചത്. അല്ലാതെ കന്നഡ സംസാരിക്കേണ്ട ആവശ്യം. പിന്നെ പാസഞ്ചേഴ്സൊക്കെ കയറുമ്പോഴും കോമൺ കന്നഡയാണല്ലോ. മലയാളം സംസാരിക്കുന്ന പോലെ നമുക്ക് ഇപ്പോൾ എല്ലാവരും ഡീൽ ചെയ്യേണ്ടി വരുന്നില്ല. നേരത്തെ നമ്മൾ സർവീസിലായിരുന്ന കാരണം പാസഞ്ചറെ കൺവിൻസ് ചെയ്യാനും ഒക്കെ നമുക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഇപ്പം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അയ്യോ യൂട്ടേൺ കേസ് തേഞ്ഞല്ലോ. യൂട്ടേൺ അവർ സ്റ്റക്ക് ചെയ്തേക്കുവാണ്. നമുക്ക് ട്രൈ ചെയ്യാം. അയ്യോ ഇവിടെ യൂട്ടേൺ എടുക്കാൻ പാടില്ലാത്തതാണ്. അതിലും കുഴപ്പമില്ല. കേടാ അവിടെ യൂട്ടേൺ എടുത്ത് ഇവിടെയാണോ എന്തോ നമ്മുടെ പാസഞ്ചർ. ഇവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. ബസ് സ്റ്റോപ്പിലാണ്. ഓക്കെ ഇവിടുന്ന് കേട്ടോ. അങ്ങനെ നമ്മളിതാ KR പുരം എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എത്തിയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറാൻ നിർത്തിയതാണ്. സമയം ഇരുട്ടിയിട്ടുണ്ട്. നമ്മൾ നോക്കട്ടെ വെജിറ്റേറിയൻ വേണോ നോൺ വെജിറ്റേറിയൻ വേണോ എന്ന്. ഇന്ന് അത്യാവശ്യം സംക്രാന്തി ആയതുകൊണ്ട് തന്നെ മിക്കവാറും നോൺ വെജിറ്റേറിയൻ ഹോട്ടലൊക്കെ ക്ലോസ് ആണ്. അപ്പം നമ്മൾ അടുത്ത ട്രിപ്പ് എടുക്കാൻ പോകും കേട്ടോ. അടുത്ത ട്രിപ്പ് എടുക്കാൻ നമുക്ക് ഇവിടുന്ന് JP നഗർ സൗത്തിലേക്ക്. അയ്യോ പണിവാളിയല്ലോ യൂട്ടേൺ എടുക്കണം. JP നഗറിലേക്കാണ് നമുക്ക് അടുത്ത ട്രിപ്പ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ CV രാമൻ നഗറോ അങ്ങനെ പറയുന്നൊരു സ്ഥലം കേട്ടോ. അവിടെ നമുക്ക് JP നഗറിലേക്ക് പോകണം. അപ്പോൾ ഇവിടുന്ന് നമുക്ക് യൂട്ടേൺ എടുക്കണം, എന്നാലേ കാര്യം നടക്കുകയുള്ളൂ. യൂട്ടേൺ ഇവിടെ ഒറ്റ യൂട്ടേൺ എടുക്കാം. റോഡിൽ അത്യാവശ്യം തിരക്കുണ്ട്, പീക്ക് ടൈം ആയതിനെക്കൊണ്ട്. അയ്യോ എന്താ എൻ്റെ ബാക്കി വണ്ടി ഇവിടെ നിർത്തുന്നേ. നിർത്തിത്തരുമായിരുന്നെങ്കിൽ എനിക്കിങ്ങ് പോയിരുന്നു. ഓടാ ഓക്കെ നമുക്ക് ഇവിടെ ഇപ്പം നൈസായിട്ട് യൂട്ടേൺ അടിക്കാം. വെളിവ് വെള്ളിയാഴ്ച ഇല്ലാത്തൊന്നര കേട്ടോ. എന്തൊരു തേങ്ങയന്മാർ കാണിക്കുന്നത്. ശിവന്മാരുടെ ഡ്രൈവിങ് ഒന്നും പറയണ്ട. ഇപ്പം ഇന്ന് സംക്രാന്തി ആയതുകൊണ്ടാണോ എന്തോ എല്ലാവരും ഒരു ജില്ലെന്ന് നടക്കും കേട്ടോ. അയ്യോ അവൻ അതിൻ്റെ ബാക്കി കൊണ്ടിട്ട് കയറ്റി കൊടുത്ത്.
സംക്രാന്തി അതിനെ കൊണ്ടാണ്. നമ്മൾ പോകുന്ന വഴിക്കെല്ലാം അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ മറ്റേ ഇങ്ങനെ ഒരു സാധനം ഇട്ട് കൊട്ടിക്കൊണ്ടേ ഇരിക്കും. ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ബാംഗ്ലൂർ ഫുള്ള് ഒച്ചപ്പാടും ബഹളമായിരിക്കും കേസ്. അവിടെ ഇവിടെ എല്ലാം അവരിങ്ങനെ കൊട്ടുക, ഡാൻസ് കളിക്കുക, പാട്ട് പാടുക, ഇത് പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് സംക്രാന്തിൻ്റെ ഇതായിട്ട്. നമുക്ക് ഒരിടത്തെ പാട്ട് കേട്ടിട്ട് നമ്മൾ അടുത്തടുത്ത് പോയി സമാധാനമായിട്ടിരിക്കുകയെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കൂല. എല്ലായിടത്തും ഇത് തന്നെ അവസ്ഥ. കേസ് ഇതാട്ടോ ഇവിടെ സംക്രാന്തി ആയതിനെ കൊണ്ടാണ് സംഭവം. ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ളത് കണ്ടോ. ലൈറ്റെല്ലാം കത്തി ഫുള്ള് ജില്ലെന്ന്. റോഡ് ബ്ലോക്ക് ആകാതിരുന്നാൽ മതിയായിരുന്നു. ഉമ്മാർക്ക് റോഡ് ബ്ലോക്ക് ആക്കുന്ന അസുഖമുണ്ട്. ഇതാണ്ടില്ലേ എല്ലാവരും. അയ്യോ അവിടെ എന്താ ഫെസ്റ്റിവലോ കേട്ടോ. അയ്യോ കുറേ ആൾക്കാരുണ്ടല്ലോ. മണിവാളിയോ ഭർത്താവേ തിരിയട്ടെ അമ്മേ. ഗൈസ് ഇതിൻ്റെ അകത്തിൽ കൂടെ നമുക്ക് പോകാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. നോക്കി നോക്കാം, ട്രൈ ചെയ്യാം. ട്രൈ അഗെയിൻ ഫെയിൽ ബെറ്റർ എന്നല്ലേ. ഇതിൻ്റെ അകത്തിൽ കൂടെ എങ്ങനെ പോകാനാ? അയ്യോ ഗൈസ് പണിവാളി, റോഡ് ബ്ലോക്കാണ് അമ്മേ. ഗൈസ് ഇവിടെ കണ്ടോ, ഇവിടെ നമ്മളെ ഒറ്റ ഒരു ഗണപതിനെ പ്രതീക്ഷിച്ചിട്ട് അവിടെ ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. ഇതിങ്ങനെ എല്ലാ സ്ഥലത്തും ഉണ്ടാവും ഇനിയും കുറച്ച് ദിവസത്തേക്ക്. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഇതുണ്ടല്ലേ ഫുൾ ലൈറ്റാണ്, ഫുള്ള് ജില്ലെന്ന് നിൽക്കുക ലൈറ്റൊക്കെ ഇട്ട്. നമുക്ക് വഴി തെറ്റിയോ എന്നൊരു ഡൗട്ടില്ല. അതില്ല, വഴി തെറ്റിയെങ്കിൽ നമ്മൾ തേഞ്ഞ്. ദേ ഇവിടെ അടുത്തത് ഞാൻ കാണിച്ചു തരാം. നോക്കിയോ ഗൈസ്. അയ്യോ നോക്കിയോ ഗൈസ്, അത് കണ്ടില്ലേ? ഗണപതിനെ പ്രതീക്ഷിച്ചിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെയാണ് ഇവിടുത്തെ കാര്യം. ഓക്കെ. ഇത് ഇപ്പം നോർത്തിലോട്ടാണെങ്കിൽ കുറച്ചും കൂടെ കൂടുതലായിരിക്കും എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ബാംഗ്ലൂർ കുറച്ച് സൗത്തിലോട്ട്. നമ്മുടെ കേരളത്തിൽ ഇതങ്ങനെ വലിയ ഒരു ആഘോഷമല്ല. ഇവിടെ പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ്. നമ്മൾ ഓണം ആഘോഷിക്കുമ്പം ഇവർ സംക്രാന്തി ആഘോഷിക്കുന്നു. അതാണ് സെറ്റപ്പ്. സെയിം. ഇന്നലെ എൻ്റെ അടുത്ത് കയറിയ പാസഞ്ചർ ചോദിച്ചു, നീ നാളെ സംക്രാന്തി ആഘോഷിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ല, നമ്മുടെ അവിടെയാണ്, നമ്മൾ ഓണമാണ് ഇപ്പോൾ സീസണെന്ന്. അതൊക്കെ അത്രയല്ലേ ഉള്ളൂ. അയ്യോ അങ്ങനെ നമ്മൾ ട്രിപ്പ് എടുത്ത് ഇപ്പം നമ്മളിവിടെ നമ്മുടെ ബെന്നാർഘട്ട റോഡ് വന്നു കേട്ടോ. ബെന്നാർഘട്ട റോഡ് നമ്മുടെ കൊട്ടിക്കര വന്നിട്ട് ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്കൊരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് നമ്മുടെ HSRലോട്ടാണ്. HSRലേക്ക് കിട്ടിയിരിക്കുന്നത് ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കേട്ടോ. നല്ലൊരു വലിയ അപ്പാർട്ട്മെൻറ്റ്. കുറച്ച് നാളായി വലിയ അപ്പാർട്ട്മെൻറ്റ് നിങ്ങളെ കാണിച്ചിട്ട്. ഞാനിപ്പോഴും ചവറ് പോലത്തെ സ്ഥലത്തല്ലേ ഇപ്പോൾ കൂടുതലും പോയിട്ട് ട്രിപ്പ് എടുക്കുന്നേ കാണിക്കുന്നേ. അതാണ് വ്യത്യാസം. നേരത്തെ നമുക്ക് ഗൈസ് ഈ അപ്പാർട്ട്മെൻറ്റിലും ഗണേഷ് ഫെസ്റ്റിവലിൻ്റെ പരിപാടിയാണ് കേട്ടോ. അതെ അവിടെ നോക്കിക്കഴിഞ്ഞാൽ ബൾബൊക്കെ ഇട്ട് നല്ല തിളക്കമാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ സെക്യൂരിറ്റിയുടെ അടുത്ത് നമ്പറും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. ഇതിപ്പം ഗണേഷ് ഫെസ്റ്റിവലിൻ്റെ കേട്ടോ ലൈറ്റൊക്കെ വെച്ചേക്കുന്നത്. അകത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ നിറയെ ലൈറ്റാണ്. അപ്പം ഞാനിവിടെ എൻ്റർ ചെയ്യട്ടെ. നമ്മൾ കുറേ ഓടിയിട്ട് ഇവിടെ HSRൽ നമ്മൾ CNG അടിക്കാൻ വേണ്ടി വന്നാൽ അവിടെ നമ്മുടെ വണ്ടിക്ക് CNG അടിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഗണേശ് ചതുർത്ഥി ആയതുകൊണ്ട് തന്നെ ഫുള്ള് പടക്കം പൊട്ടിയും കാര്യങ്ങളൊക്കെ ഫുള്ള് ഒച്ചയാണ് ഗൈസ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ട്രിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇനിയും തിരിച്ചു നേരെ റൂമിലേക്ക് പോയേക്കോട്ടെ. ഇപ്പോൾ സമയം ഏകദേശം 11 മണിയായിട്ടുണ്ട്. നമ്മൾ HSRൽ നിന്ന് CNG അടിച്ചു. അതിനുശേഷം ഒരു 2-3 ട്രിപ്പ് എടുത്ത് വന്നിട്ട് ഇനിയിപ്പോൾ നമ്മൾ എന്താണെങ്കിലും റൂമിലേക്ക് തിരക്കുകയാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഈ സമയമായിട്ട് ഇവിടെ ബ്ലോക്കാണല്ലോ. എന്ത് കഷ്ടമാണിത്. ഗൈസ് ഷിറ്റ് ഇടപാടാണല്ലോ. ബ്ലോക്കിനെ കൊണ്ട് ഒരു രക്ഷയില്ല. ഇന്ന് ഹോളിഡേ എന്നിട്ടും ഗൈസ് ഇവിടെ മാറത്തഹള്ളി ബെല്ലണ്ടൂർ ഏരിയ എല്ലാം രാത്രിയിൽ ഒരു 10 മണി കഴിഞ്ഞാൽ പിന്നെ ഒടുക്കലത്തെ ബ്ലോക്കാട്ടോ. ഇവിടെ മെട്രോയുടെ കൺസ്ട്രക്ഷൻ നടക്കുന്ന കാരണം അവർ താഴെ ഈ മെയിൻ റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് സർവീസ് റോഡിൽ കൂടെ മാത്രമേ വിടത്തുള്ളൂ. രാത്രിയിലൊരു 10 മണിക്ക് ശേഷം മിക്കയിടത്തും മെയിൻ റോഡ് ബ്ലോക്ക് ആയിരിക്കും. നമ്മളെ സർവീസ് റോഡിൽ കൂടെ വിടും. ഇത് നമ്മുടെ എയർപോർട്ട് മെട്രോയുടെ കൺസ്ട്രക്ഷൻ ഇവിടെ കൂടെയാണ് നടക്കൽ. അത്യാവശ്യം സ്പീഡിൽ പണി നടക്കുന്നുണ്ട് കേട്ടോ. അതേ അപ്പുറം മെട്രോ എന്താണ് അവരുദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ ഇവിടെ ഞാൻ ഫോൺ വെച്ചേക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ഗണേശ് ചതുർത്ഥി ആഘോഷിക്കുമല്ലേ. അപ്പം നമുക്കും കുറച്ച് പാട്ടൊക്കെ വെച്ച് ഗണേഷ് പാട്ട് വെച്ച് വൈബാക്കാമെന്ന് ഓർത്തു. അപ്പോൾ അത് കാരണം ഞാൻ പാട്ട് ഇവിടെ വെച്ചേക്കുന്നതാണ് ഗൈസ്. കുറച്ച് മ്യൂസിക് ആയാലോ? അതെങ്ങനെ ഉണ്ട് മ്യൂസിക്? ഒരു പ്ലേ ദ മ്യൂസിക് ഗൈസ്. അപ്പം ഇതാണ് അവസ്ഥ. മാറത്തഹള്ളിയിലെ ബ്ലോക്ക് ഇങ്ങനെയാണ് ഗൈസ്. സംഭവം പാട്ടൊക്കെ വെച്ച് നമ്മളെല്ലാവരും ഗണേശ് ചതുർത്ഥി ആഘോഷിക്കുമല്ലോ. എല്ലായിടത്തും ഇപ്പോൾ ഈ പാട്ടും കുറേ ഗണപതിയുടെ പാട്ട് സീൻ ഇത് തന്നെ. അപ്പം ഞാനിപ്പോൾ പാസഞ്ചേഴ്സൊക്കെ ആ പരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ട് അവർ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ പാട്ടും കൊണ്ട് വെച്ച് കൊടുക്കും. പാസഞ്ചേഴ്സ് സെറ്റ്. അവരുടെ ഹാപ്പിയാണല്ലോ നമുക്കും വലുത്. അവർ ഹാപ്പി ആയിട്ടിരിക്കുന്നു അത്ര തന്നെ. അവർ ചിലപ്പോൾ ഓരോ ഗണപതിയുടെ മറ്റേ വിഗ്രഹം എന്താ കേസ് പറയുക, ആ സംഭവമായിട്ട് കയറിയിട്ട് അവരിങ്ങനെ പ്രാർത്ഥിച്ച്
വൈബായിട്ട് പോകും. മണിയൊക്കെ അടിച്ച് ഇങ്ങനെ വണ്ടിയിൽ എല്ലാവരും പ്രാർത്ഥിച്ച് അവർ പാട്ട് അവരുടെ മൊബൈലിൽ വെക്കും. അപ്പോൾ ഞാൻ എന്താക്കും, അതിൻ്റെ ആവശ്യമില്ല, യൂട്യൂബ് എടുത്തിട്ട് നമ്മൾ വണ്ടിയിൽ വെച്ച് കൊടുക്കും. അപ്പോൾ അവർ ഹാപ്പി നമ്മൾ ഹാപ്പി, അതൊക്കെ അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഗൈസ് ഇത് കണ്ടോ, മെയിൻ റോഡ് ഫുൾ അടച്ചിട്ടിട്ട് മെയിൻ റോഡിൽ കൂടെ ഒരു വണ്ടി പോകുന്നില്ല. മെയിൻ റോഡിൽ കൂടെ വണ്ടി പോഞ്ഞിട്ട് നമ്മൾ നേരെ സർവീസ് റോഡിൽ കൂടി. ഇതിപ്പോൾ നമ്മുടെ മാർത്തവള്ളി KLM-ൻ്റെ അവിടെ ആയിട്ടുണ്ട് കേട്ടോ. മാർത്തവള്ളി ബ്രിഡ്ജ്. ഇവിടെ സാധാരണ എല്ലാ ദിവസവും ഞാൻ ബ്ലോക്കിൽ കിടക്കുന്നു. ഇവിടെ ഇങ്ങനെ ഈ ഒരു ബ്ലോക്ക് എന്താണെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം, എല്ലാ ദിവസവും ഉണ്ടാവും. ഇവിടെ നമ്മുടെ KLM ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് ലെഫ്റ്റ് റൈറ്റ് തിരിഞ്ഞു പോകണം. ഇത് നേരെ എയർപോർട്ട്. ഇങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ എയർപോർട്ട്. ഗൈസ് ഇതാ കേട്ടോ നമ്മുടെ ഗണേശ് ചതുർത്ഥി ആയിട്ട് നമ്മുടെ ACS ലേഔട്ടിലെ അവസ്ഥ. ഇവിടെ ഫുൾ അങ്ങറ്റം വരെ നമുക്ക് ലൈറ്റ് ചെയ്തേക്കൂട്ടോ. എന്നാ രസം. കുറേ ദൂരം ഉണ്ട് ഗൈസ്, ഞാൻ കാണിച്ചു തരാം. കുറേ ദൂരം നമുക്ക് ഇങ്ങനെ ലൈറ്റ് ചെയ്തേക്കോ. ഞാനിവിടെ ഒരു ഷവർമ മേടിക്കാൻ വേണ്ടി വന്നത് അൽത്താസയിൽ. നമ്മുടെ അൽത്താസയിലെ ഷവർമ ഒരു രക്ഷയില്ല ഗൈസ്, വേറെ മൂഡ് സാധനമാണ് അൽത്താസയിലെ ഷവർമ. പിന്നെ ഞാൻ കഴിച്ചിട്ടുള്ളത് വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അൽത്താസയിലാണ്. അൽത്താസ നമുക്ക് കോർമംഗലുണ്ട്, ബാംഗ്ലൂർ ACS ലേഔട്ടുണ്ട്, പിന്നെ കൊച്ചിയിലുണ്ട്. വേറെ എവിടെയാണ് ഉള്ളതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു സെറ്റപ്പ് സാധനമാണ്. പിന്നെ എനിക്ക് ഗൾഫിലെ ഷവർമ കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. എപ്പോൾ ഈ ഗൾഫിൽ പോയിട്ടുള്ള ദുബായിലൊക്കെ നിന്നിട്ടുള്ളവരെപ്പോഴും ഒരു ഡയലോഗ് അടിയുണ്ട്, ഇതൊന്നുമല്ല ഷവർമ, അവിടുത്തെ ഷവർമയാണ് ഷവർമ എന്നൊക്കെ പറഞ്ഞാൽ കിണ്ണം കച്ച സാധനം. ഇവിടുത്തെ ഒക്കെ ഷവർമ വെറും ചവർ സാധനം. അങ്ങനെ ഈ ദുബായിലും ഗൾഫിലും ഒക്കെ പോയവരുടെ ഭയങ്കര ഡയലോഗ് അടിയുണ്ട്. ഞാൻ ദുബായിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ഒരു ഷവർമ മേടിച്ച് കഴിക്കണം. അതാണ് എൻ്റെ ലക്ഷ്യം. അൽത്താസയിലെ കഴിച്ചു നോക്കട്ടെ. അൽത്താസയിലെ നമ്മൾ സ്ഥിരം കഴിക്കലുള്ളതാണ്, അവിടുത്തെ സൂപ്പർ സാധനമാണ്. ഷവർമയാണ് എൻ്റെ ഒരു ഫേവറേറ്റ് ഫുഡ്. അതാകുമ്പോൾ നമുക്ക് വയറും നിറയും, പെട്ടെന്ന് കിട്ടുകയും ചെയ്യും, അടിപൊളി ടേസ്റ്റുമാണ്. പക്ഷേ അത് കഴിച്ച് കുറേ ആൾക്കാർ ചത്തു പോയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതാണൊരു ഡാർക്ക് പരിപാടി. എന്താ നോക്കണേ. ഇതാണ് ഈ അപ്പം. നമ്മുടെ ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ. രാത്രിയിൽ ഇപ്പോൾ 11 മണി ആയിട്ടുണ്ട്. എന്നിട്ട് ഈ ആൾക്കാരൊക്കെ അയ്യോ പണി പാളി കേസ് ബ്ലോക്ക് ചെയ്ത്. അവിടെ എന്താ പണി കാണിച്ചതെന്ന് വെച്ചാലേ, ഇത് നടക്കാൻ വേണ്ടിയിട്ടുള്ള സ്ട്രീറ്റ് മാത്രമാക്കി, നമുക്ക് അങ്ങോട്ട് നേരെ കയറ്റി വിടൂല്ല. പണി പാളി കേട്ടോ, പണി പാളി. രാത്രിയിൽ ഇത് നടക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള സ്ട്രീറ്റാക്കി മാറ്റിക്കളഞ്ഞ്. ബ്ലഡി ഷിറ്റ്. അതോ വണ്ടി പോകുമോ? വണ്ടി പോകത്തില്ലേ? നോക്കട്ടെ ഗൈസ്. പണി പാളി കേട്ടോ. നമുക്ക് ഷവർമ കടയിലോട്ട് പോകാൻ പറ്റൂല. നമ്മളത് കാരണം വണ്ടി തിരിച്ച് ആ മണ്ടനൊക്കെ പോകുന്നു. ഇപ്പോൾ അവിടെ പോയി ശശിയായിട്ട് വരും. അങ്ങോട്ട് പോകാൻ പറ്റൂല. നമ്മൾ ശശിയായി, അവനും കൂടെ ശശിയാവട്ടെ. പൊക്കോ തിപ്പോട്ടെ. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും അങ്ങോട്ടേക്ക് പോവാം. ഇനിയിപ്പോൾ കുറേ റൗണ്ട് ചെയ്ത് വരണം. നമുക്ക് ഒരു ഷവർമ കഴിക്കാനുള്ള കഷ്ടപ്പാടി. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ഈ വൈബ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ലേ, അത് മതി. ശരി, ബ്രൈറ്റ്നസ് അങ്ങോട്ട് കുറയ്ക്കുക. ഇപ്പം നോക്കിക്കോണം എൻ്റെ അവസ്ഥ. കിട്ടില്ല സാധനം, പൊളിച്ചിട്ടുണ്ടത്. അയ്യോ പണി പാളി കേസ്. നമ്മൾ ഒത്തിരി നേരം ട്രാഫിക്കിലെല്ലാം കിടന്ന് ഇവിടെ നമ്മൾ അൽത്താസയിൽ എത്തിയപ്പോഴത്തേക്കും അവന്മാർ പറഞ്ഞു കട ക്ലോസ് ചെയ്തെന്ന്. എന്നാ ചെയ്യാനോ നോക്കണേ. വേറെ സ്ഥലത്ത് ഇനിയിപ്പോൾ ഷവർമ കിട്ടും, പക്ഷെങ്കിൽ അൽത്താസയിലെ പോലെ ആവില്ല. അവിടുത്തെ ഷവർമയായിരുന്നു കിട്ടില്ല സാധനം. കൃത്യം 11:30 അവന്മാരത് ക്ലോസ് ചെയ്ത്. നോക്കണേ ഇവിടെ ഇതാ അവസ്ഥ. ഇവിടെ ഇത് തന്നെ ഫെസ്റ്റിവലായി. അതിനെക്കൊണ്ട് ലൈറ്റൊക്കെ കത്തിച്ചങ്ങ് ജില്ലെന്നാക്കി വെച്ചിപ്പോൾ. ഗണപതിയുടെ പ്രതിമ നോക്കണ്ടാണല്ലോ, അതെവിടെ കണ്ടില്ല. എന്തൊരു തിരക്കാണ് ഇവിടെ. ഇവിടെ റോഡെല്ലാം മറ്റേ വാക്കിംഗ് സ്ട്രീറ്റ് ആക്കി കളഞ്ഞു. ക്ലോസ് ചെയ്ത് വാക്കിംഗ് സ്ട്രീറ്റ് ആക്കി. കുഴപ്പമില്ല, രസമുണ്ട്. ഇനിയിപ്പോൾ എവിടുന്ന് ഷവർമ കഴിക്കുമോ എന്തോ, അതാണ് എൻ്റെ ടെൻഷൻ. നമ്മുടെ ഗണപതിയെ കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്നുണ്ടോ? ഇത് നമ്മുടെ ക്രെയിനിലാണ് കൊണ്ടുവരുന്നത്. നോക്കിയാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. സംഭവം ഒരു ക്രെയിനിലാട്ടോ അവർ കൊണ്ടുവരുന്നത്. ട്രെയിനിലെല്ലാം സെറ്റായിട്ടാണ് കൊണ്ടുവരുന്നത്. കൊള്ളാം, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. അടിപൊളിയായിട്ടുണ്ട്, അടിപൊളി പരിപാടി. ഗണപതി കൊള്ളാം പരിപാടി, എനിക്കിഷ്ടപ്പെട്ട. ആൾക്കാരൊക്കെ ഇവിടെ ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്. അവിടെയാന്ന് തോന്നുന്നു കേട്ടോ വെക്കുന്നത്. കൊള്ളാം, ഇതിങ്ങനെ പൊക്കുന്നുണ്ട്, ആക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. കൊള്ളാം, പരിപാടി കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഗണേഷിൻ്റെ വലിയൊരു സംഭവം വെച്ചിട്ടുണ്ട് കേട്ടോ. കൊള്ളാം, ഇത് എനിക്കിഷ്ടപ്പെട്ടു, നല്ല വലുപ്പമുള്ളത്. ഇത് പലയിടത്തും നമ്മൾ ഇന്നിങ്ങനെ പല വലിയ വെറൈറ്റി പരിപാടികളുണ്ട്. ഇന്നിവിടെ വേറെ കുറേ പരിപാടികളുണ്ട്. എല്ലാം ഞാനിന്ന് നിങ്ങളെ മാക്സിമം ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തി കാണിച്ചു തരാൻ ശ്രമിക്കാം. ഇവിടെ കണ്ടോ നമുക്ക് നേർച്ചയിടാൻ വേണ്ടി സ്കാനറൊക്കെ വെച്ചിട്ടുണ്ട്. കൊള്ളാം, പരിപാടിയായിട്ടുണ്ട്, കളറായിട്ടുണ്ട്. ഈ സംഭവം കൊട്ടാൻ വന്നത് മലയാളീസ് കേട്ടോ. ഈ ബ്രോ ഉണ്ട്. ബ്രോ, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ മലപ്പുറം.
അതെ അല്ലേ? ഇതപ്പോ നിങ്ങൾ ഇത് കത്തിക്കുന്ന എന്തിനാ ഇങ്ങനെ? ഇതിങ്ങനെ തീ കത്തിക്കുന്ന എന്തിനാ? ഇത് നമ്മൾ തോലാണ് ചെയ്യുന്നത്. അപ്പൊ തോലാണ്, ഇതൊക്കെ കാളത്തോലാണ്. അപ്പൊ ഈ തോല് ഇത് തീയിട്ടാൽ അതൊന്ന് വികസിക്കുള്ളൂ, അപ്പോഴേ സൗണ്ട് ഉണ്ടാവുള്ളൂ. സൗണ്ട് വരാനായിട്ട് ഈ സംഭവം ഭയങ്കര സൗണ്ട് വരണമെങ്കിൽ ഇതിന് ചുറ്റും ഇത് കത്തിക്കണം കേട്ടോ. അപ്പൊ ഇത് സ്ട്രോങ് ആവുമെന്ന് തോന്നുന്നു. അപ്പൊ സ്ട്രോങ് ആവുമ്പോൾ നല്ല സൗണ്ട് വരും അല്ലേ ബ്രോ? അങ്ങനെയല്ലേ സംഭവം? ഓക്കെ. അപ്പൊ ഇവരൊക്കെ മലയാളീസ് ആട്ടോ. ഇവരൊക്കെ കുറെ ആൾക്കാരുണ്ട്, എല്ലാവരും മലയാളീസ് ആണ്. അപ്പൊ സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഗേസ്, അപ്പം അങ്ങനെ നമ്മൾ ഇന്നത്തെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് റൂമിൽ എത്തിയിട്ടുണ്ട്. അപ്പം അത്രയൊക്കെയായിരുന്നു ഗേസ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഓക്കെ, ബൈ ഗേസ്, ചിയേഴ്സ്.